നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ദാനിയേലിൻ്റെ പുസ്തകം അതിൻ്റെ 4-ാം അധ്യായമായിരുന്നു നമ്മൾ കണ്ടത്. അത് കഴിയുകയും ചെയ്തു. അതിൽ നമുക്കറിയാം, 4-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നെബൂഖദ്നേസറിൻ്റെ ഒരു സാക്ഷ്യമാണ്. അതായത് രാജാവ്, ജാതികളിൽ ഉണ്ടായിരുന്ന ഒരു രാജാവ്, താൻ വളരെ അഹങ്കാരിയായിരുന്നു. തൻ്റെ അഹങ്കാരത്തിൻ്റെ പീക്കിലെത്തിയപ്പോൾ ദൈവം വാണിംഗ് കൊടുത്തു. ഇതൊക്കെ കാലങ്ങൾ കുറേ കഴിഞ്ഞ് ഈ ഗ്യാപ്പിൽ ദൈവം അദ്ദേഹത്തിന് വാണിംഗ് കൊടുത്തു. എന്നിട്ടും അദ്ദേഹം മാനസാന്തരപ്പെടാതിരുന്നു. തൻ്റെ കൈവേലകളെ താൻ ആരാധിച്ചു, വർഷിപ്പ് ചെയ്തു. താൻ അഹങ്കാരത്തിൻ്റെ അത്യുച്ചകോടിയിലെത്തി. ദൈവം വാണിംഗ് കൊടുത്തിട്ടും അതിനെ ഗൗനിക്കാതിരുന്നപ്പം ദൈവം പറഞ്ഞതുപോലെ തന്നെ ആ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് മാറി മൃഗതുല്യനായി മാറിയതായിട്ട് ഈ 4-ാം അധ്യായത്തിൽ നെബൂഖദ്നേസറിൻ്റെ തന്നെ സാക്ഷ്യമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. അവിടെ വെച്ചാണ് താൻ ദൈവത്തെക്കുറിച്ച് തിരിച്ചറിയുന്നതും ആ തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമായിട്ട് തന്നെ തിരികെ ദൈവം തൻ്റെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ അതിലൂടെ നെബൂഖദ്നേസർ മാനസാന്തരപ്പെടുവാനിടയായി. ഇതായിരുന്നു നമ്മൾ കണ്ടത്. അതിൻ്റെ 36-ാമത്തെ വാക്യം എത്രത്തോളം നെബൂഖദ്നേസർ തൻ്റെ അഹങ്കാരത്തിലൂടെ പോയപ്പോൾ ദൈവം തന്നെ താഴ്ത്തി ദൈവത്തെക്കുറിച്ച് തനിക്ക് മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നെബൂഖദ്നേസറിന് പറ്റിയ ഒരു കാര്യം നമ്മൾ വായിക്കുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ അഹങ്കാരത്തോടെയും നിഗളത്തോടെയും ഒക്കെ ജീവിക്കുമ്പോൾ ദൈവം വിവിധ സാഹചര്യങ്ങളിലൂടെ നമ്മളെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ എന്നും താഴ്ന്നിരിപ്പീനെന്ന് പറഞ്ഞാലും പിന്നെയും നമ്മൾ അഹങ്കാരത്തോടെയും നിഗളത്തോടെയും ജീവിക്കുമ്പോൾ ദൈവം നമ്മളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻസിൽ കൊണ്ടെത്തിക്കും. നെബൂഖദ്നേസർ തിരിച്ചറിഞ്ഞതുപോലെ എത്രയും വേഗം നമ്മൾ തിരിച്ചറിയുന്നെങ്കിൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ ദൈവം ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ള അവസ്ഥകളിലൂടെ ദൈവം കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. നമുക്കിവിടെ ഈ 5-ാം അധ്യായമാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലും 35-ാമത്തെ വാക്യം, ഇങ്ങനെ ഒരു തിരിച്ചറിവാണ് നെബൂഖദ്നേസറിന് കിട്ടിയത്. അവൻ സർവഭൂവാസികളും നാസ്തിയായി എണ്ണുന്നു. ഇംഗ്ലീഷിൽ വരുമ്പോൾ all the inhabitants of the earth are accounted as nothing. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരും നെബൂഖദ്നേസറിനുണ്ടായ ഈ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നാം അവൻ്റെ മുമ്പിൽ ഒന്നുമല്ല. വി ആർ നത്തിങ്. നമ്മൾ പലപ്പോഴും നമ്മളുടെ ചെറിയ ശുശ്രൂഷകളൊക്കെ വെച്ച് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ എന്തോ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് നമ്മൾ സ്വയം വിചാരിക്കുകയും അതിൻ്റെ പേരിൽ മഹത്വവും പുകഴ്ചയും ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഈ നെബൂഖദ്നേസറിൻ്റെ തിരിച്ചറിവിലെത്തിയില്ലെങ്കിൽ നമ്മളിൽ വാഴുന്നത് അഹങ്കാരമാണ്. ഈ നെബൂഖദ്നേസറിനുണ്ടായ ഹ്യൂമിലിയേഷൻ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഹ്യൂമിലിയേഷൻ നമുക്കും ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. കാരണം ദൈവത്തിൻ്റെ വേർഡിൽ നമ്മൾ വായിക്കുന്നത് അവൻ അഹങ്കാരികളെ വെറുക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിന് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. അവൻ്റെ സ്വഭാവം അവന് മാറ്റുവാൻ കഴിയുകയില്ല. ഇത് നെബൂഖദ്നേസറിന് ഉണ്ടായ 1-ാമത്തെ തിരിച്ചറിവാണ്. താൻ ഉൾപ്പെട്ട മനുഷ്യ സമൂഹം ദൈവത്തിൻ്റെ മുമ്പിൽ നത്തിങ്. All the inhabitants of earth are accounted as nothing. ഒന്നുമല്ല, ഏതുമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എത്രത്തോളം, നമ്മളിന്ന് വിശ്വാസികളാണ്, നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കേണ്ടവരാണ്.
കർത്താവ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത്, എനിക്കൊരു വേർഡ് ഓർമ്മ വരുന്നത്, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഉപദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ നിങ്ങളത് ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടാവേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് ഇതാണ്: ഫോർ വി ആർ അൺപ്രോഫിറ്റബിൾ സർവൻസ്. കൂലിക്കർഹതയില്ലാത്ത ദാസന്മാർ മാത്രമാണ് ഞങ്ങൾ. അവിടുന്ന് കൽപ്പിച്ചത് ഞങ്ങൾ ചെയ്തത് മാത്രമാണ്. ഈ നത്തിങ്നെസ്സിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ലെറ്റ് us ബി ഹംബിൾ ബിഫോർ ദ സൈറ്റ് ഓഫ് ദ ലോർഡ്. കാരണം ഹ്യൂമിലിറ്റി മാത്രമാണ് കർത്താവിൻ്റെ സഹായത്തിനുള്ള വാതിൽ തുറക്കപ്പെടുന്നത്. ഇല്ലാത്തിടത്തോളം കാലം നമ്മൾ കർത്താവിൻ്റെ ഒരു സഹായവും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. അപ്പോൾ ഇതാണ് നെബൂഖദ്നേസറിനുണ്ടായ ഒരു തിരിച്ചറിവ്. രണ്ടാമത്തെ തിരിച്ചറിവ് പറയുകയാണ്: സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. ഹി ഡസ് അക്കോർഡിംഗ് ടു ഹിസ് വിൽ ഇൻ ദ ഹോസ്റ്റ് ഓഫ് ഹെവൻ. അവൻ തൻ്റെ ഇഷ്ടം പോലെ താൻ ചെയ്യുകയാണ്. ആൻഡ് അമംഗ് ദ ഇൻഹാബിറ്റൻസ് ഓഫ് ദ എർത്ത്, നോട്ട് ഓൺലി ഇൻ ദ ഹോസ്റ്റ് ഓഫ് ഹെവൻ ആൻഡ് അമംഗ് ദ ഇൻഹാബിറ്റൻസ് ഓഫ് ദ എർത്ത്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലരുടെ ഇടയിലും അവൻ്റെ ഇഷ്ടം പോലെ അവൻ ചെയ്യുന്നു. എന്നിട്ട് മൂന്നാമത്തെ ഒരു തിരിച്ചറിവ് അവിടെ എഴുതിയേക്കാൻ: നോ വൺ ക്യാൻ വാർഡ് ഓഫ് ഹിസ് ഹാൻഡ് ഓർ സേ ടു ഹിം വാട്ട് ഹാവ് യു ഡൺ. അവൻ്റെ കൈ തടുക്കുവാനോ നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ചോദിക്കുവാനോ ആർക്കും കഴിയുന്നില്ല. അതെ, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് ദൈവം തീരുമാനിച്ച ഒരു കാര്യത്തെ തടയുവാൻ നമ്മളുടെ യാതൊരുവിധ ബുദ്ധി കൊണ്ടും ദൈവത്തിൻ്റെ ഹിതം തടയുവാൻ നമ്മളെ കൊണ്ടൊന്നും കഴിയുകയില്ല. ഗോഡ് ഈസ് എ സോവറിൻ ഗോഡ്. നമ്മൾ ആ 36-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: ആ നേരത്ത് തന്നെ എൻ്റെ ബുദ്ധി മടങ്ങി വന്നു. ലുക്ക് അറ്റ് ദാറ്റ്. ഇതാണ് മാനസാന്തരത്തിൻ്റെ ഇമ്പാക്റ്റ്. നമ്മുടെ ജീവിതങ്ങളിൽ പലപ്പോഴും വിടുതലുകൾ ലഭിക്കാതെ ഇരിക്കുന്ന ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ ഇത്തരത്തിലുള്ള മാനസാന്തരത്തിലേക്ക് വന്നാൽ വർഷങ്ങൾ കാത്തിരിക്കേണ്ട വിടുതലിന് ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് നെബൂഖദ്നേസറിനുണ്ടായ അതേ അനുഭവം നമുക്കുമുണ്ടാവും. അതല്ലേ അവിടെ പറയുന്നത്: അറ്റ് ദാറ്റ് ടൈം മൈ റീസൺ റിട്ടേൺഡ് ടു മീ. ആ നേരത്ത് തന്നെ എൻ്റെ ബുദ്ധി മടങ്ങി വന്നു എന്ന് രാജാവിൻ്റെ വായിൽ നിന്ന് രാജാവ് തന്നെ എഴുതി വച്ചിരിക്കുന്ന സാക്ഷ്യമാണിത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ലൈഫിൽ നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ നമ്മളിന്ന് അൺആൻസേർഡായിട്ട് ഉണ്ടായിരിക്കുന്ന ഉത്തരം ലഭിക്കാത്ത ഒരുപാട് പ്രാർത്ഥനകൾക്ക് നമുക്ക് ഉത്തരം ലഭിക്കും. നമ്മൾ നോക്കിയാൽ മതി. അതിൻ്റെയൊക്കെ മൂല കാരണം നമ്മുടെ ജീവിതത്തിലുള്ള അഹങ്കാരങ്ങൾ തന്നെയാണ്. ഇതാണ് നെബൂഖദ്നേസറിന് മനസ്സിലായത്. ആൻഡ് ഫൈനലി താൻ ഒരു സത്യവും കൂടി തിരിച്ചറിഞ്ഞു. 37-ാമത്തെ വാക്യത്തിലെ അവസാന വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവൻ്റെ വഴികൾ ന്യായവും ആകുന്നു. എന്നിട്ട് നെക്സ്റ്റ് സെൻറ്റൻസാണ്: നിഗളിച്ചു നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തനാണ്. ഹീ ഈസ് ഏബിൾ ടു ഹംബിൾ ദോസ് ഹു വാക്ക് ഇൻ പ്രൈഡ്. അഹങ്കാരത്തോടെ നടക്കുന്നവർ. നമ്മൾ കർത്താവിനോട് കൂടെയുള്ള യാത്രയിൽ ഓരോ നിമിഷം കഴിയും തോറും, ഓരോ ചുവട് വെക്കും തോറും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നെബൂഖദ്നേസറിനുണ്ടായ അതേ കാര്യം: വി ആർ നത്തിങ്. നാം ഒന്നുമല്ല. കർത്താവിൻ്റെ കൃപയാൽ മാത്രം ജീവിക്കേണ്ടവരും ചലിക്കേണ്ടവരും പ്രവർത്തിക്കേണ്ടവരുമാകുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധി നമ്മളെ തന്നെ ഏറെ താഴ്മയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാൻ നമുക്ക് വളരെയധികമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ചെല്ലാം.
നമുക്ക് 5-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. 5-ാം അധ്യായം നമ്മൾ വായിച്ച ശീലമുള്ളത് കൊണ്ട് നമുക്കറിയാം, ബെൽഷസ്സാർ എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ 4-ാം അധ്യായം കഴിഞ്ഞ് നെബൂഖദ്നേസറിൻ്റെ കാലം കഴിഞ്ഞു. ഏതാണ്ടോ ബാബിലോൺ പ്രവാസം കഴിഞ്ഞിട്ട് ഏതാണ്ട് 70 കൊല്ലം അടുക്കുമ്പോൾ നെബൂഖദ്നേസർ മരിക്കുന്നു. അതിനുശേഷം ഒരു രാജാവ് അവിടെ ഉണ്ടാക്കുകയാണ്, ബെൽഷസ്സാർ. ഇവിടെ നമ്മൾ ഈ 5-ാം അധ്യായം വായിക്കുമ്പം തൻ്റെ നെബൂഖദ്നേസറിനെ തൻ്റെ പിതാവായിട്ടാണ് ഇവിടെ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ താഴോട്ട് വായിക്കുമ്പം ബെൽഷസ്സറിനെ ദാനിയേൽ താൻ കാണുന്ന ഒരു സ്വപ്നം വിവരിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്, നിൻ്റെ അപ്പനായ നെബൂഖദ്നേസർ എന്ന് പറയുമ്പോഴും നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ഇത് ബെൽഷസ്സാർ എന്ന് പറയുന്നത് നെബൂഖദ്നേസറിൻ്റെ കൊച്ചുമകനാണ്, അല്ലെങ്കിൽ ബെൽഷസ്സറിൻ്റെ വല്യപ്പനാണ് നെബൂഖദ്നേസർ. ഇപ്പോൾ എന്നിരുന്നാലും നമുക്ക് റിലേഷൻസ് എത്ര, അതിൻ്റെ കറക്റ്റ്നെസ് എന്താണ്, ചരിത്രം അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതിനകത്തല്ല നമുക്ക് കാര്യം. നമുക്കിതിനകത്തുള്ള ആത്മീയ മൂല്യങ്ങൾ മാത്രം പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്കൊന്ന് വായിക്കാം. ബെൽഷസ്സാർ രാജാവ് തൻ്റെ മഹത്തുകളിൽ 1000 പേർക്ക് ഒരു വലിയ വിരുന്നൊരുക്കി അവർ കാണെ വീഞ്ഞു കുടിച്ചു. സോ ഇവിടെ ഈ രാജാവ്, അതായത് നെബൂഖദ്നേസറിൻ്റെ മരണം കഴിഞ്ഞു. അതിനുശേഷം ബെൽഷസ്സാറും തൻ്റെ നെബൂഖദ്നേസറിൻ്റെ മകൻ, അതിനൊരു പേര് ഇത് ഞാൻ എടുത്തിരിക്കുന്ന വെളിയിൽ നിന്ന് കിട്ടിയതാണ്, നമ്മൾ ബൈബിളിൽ എവിടെയും എഴുതിയിട്ടില്ല. നെമോഡിഡസ് എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ബെൽഷസ്സറിൻ്റെ അപ്പൻ. അപ്പം അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, നെബൂഖദ്നേസറിൻ്റെ കൊച്ചുമകനാണ് ബെൽഷസ്സർ എന്ന്. പക്ഷേ ഇവിടെ ഈ രാജാവ് ഈസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ഫീസ്റ്റിംഗ്. അവിടെ വീഞ്ഞ് ഒരുക്കി വലിയ വിരുന്നിന് താല്പരനായിരുന്നു. നെബൂഖദ്നേസർ പഠിച്ച മനസ്സിലാക്കിയ ദൈവത്തെയൊക്കെ മറന്ന് വെറും ലൗകികനായ ഒരു രാജാവായി വാഴുകയാണ് ഈ ബെൽഷസ്സാർ. അദ്ദേഹം ചെയ്തതെന്താണ്? ബെൽഷസ്സാർ വീഞ്ഞു കുടിച്ചു രസിച്ചിരിക്കുമ്പോൾ തൻ്റെ അപ്പനായ നെബൂഖദ്നേസർ, ഇങ്ങനെയാണ് അവിടെ വിവരിച്ചുവെങ്കിലും ഞാൻ ഓർപ്പിച്ചു, ചരിത്രം പറയുന്നത് വല്യപ്പൻ എന്ന് തന്നെയാണ്, യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്നും വന്നിരുന്ന പൊന്ന് വെള്ളി പാത്രങ്ങളെ രാജാവും മഹത്തുക്കളും അവൻ്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിക്കേണ്ടതിനായി കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. നോക്കിക്കേ, അപ്പോൾ വീഞ്ഞു കുടിച്ചു തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് വരികയാണ്. നെബൂഖദ്നേസറിൻ്റെ കാലത്ത് യെരൂശലേമിൽ നിന്ന് വന്ന ദൈവം വളരെ വിശുദ്ധമായിട്ട് കരുതിയ പാത്രങ്ങളെയൊക്കെയും കൊണ്ടുവന്ന ആ പാത്രത്തിൽ വീഞ്ഞു കുടിക്കുവാൻ തുടങ്ങി. നോക്കിക്കേ, അപ്പൻ അഹങ്കാരത്തിൻ്റെ മൂർച്ചയിലെത്തിയെങ്കിൽ ഈ കൊച്ചുമകൻ എത്ര അധികമാണെന്ന് നോക്ക്. ഈ ദൈവത്തെ വെല്ലുവിളിക്കുവാൻ ഒരല്പം പോലും ഈ ദൈവത്തെ ഒരു ഭയവുമില്ലാത്തവനായി നോക്കിക്കേ, താൻ ആ വീഞ്ഞു കുടിക്കുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് യെരൂശലേമിൽ നിന്ന് കൊണ്ടുവന്ന, നമ്മളവിടെ വായിക്കുന്നത് ഈ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് നെബൂഖദ്നേസറിൻ്റെ ദേവൻ്റെ മുമ്പിൽ പ്രതിഷ്ഠിച്ചെന്ന്. അയാൾ അത്രേ ചെയ്തുള്ളൂ. ഇവിടെ ബെൽഷസ്സർ വന്നപ്പോൾ അതുകൊണ്ട് അതിനകത്ത് വീഞ്ഞ് പകർന്ന് അവരുടെ കള്ള് സഭയുടെ മധ്യയിൽ ഏറ്റവും മ്ലേച്ഛത നടക്കുന്ന സ്ഥലത്ത് ഈ പാത്രങ്ങളെടുത്ത് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അങ്ങനെ അവർ യെരൂശലേമിലെ ദേവാലയത്തിൻ്റെ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന പൊൻപാത്രങ്ങൾ കൊണ്ടുവന്ന് രാജാവും മഹത്തുക്കളും അവൻ്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിച്ചു. അവർ വീഞ്ഞു കുടിച്ച് പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. ഇതാ ഞാൻ മുമ്പേ പറഞ്ഞത്, നെബൂഖദ്നേസർ അറിഞ്ഞ ദൈവത്തെ ഈ ബെൽഷസ്സാർ അറിഞ്ഞില്ല. ബെൽഷസ്സാർ അഹങ്കാരിയിൽ നെബൂഖദ്നേസറിനേക്കാളും
പതിമടങ്ങായിട്ടുള്ള ഒരു അഹങ്കാരിയായി മാറിക്കഴിഞ്ഞു. തൽക്ഷണം അപ്പോഴാണ് അവിടെ കാണുന്ന ഒരു കാര്യം. തൽക്ഷണം ഒരു മനുഷ്യൻ്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിൽ വെള്ളമേൽ എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. ഞാനത് ഇംഗ്ലീഷിലും കൂടെ വായിക്കാം. സഡൻലി ദ ഫിംഗേഴ്സ് ഓഫ് മാൻസ് ഹാൻഡ് എമേർജ്ഡ്. ഇങ്ങനെ ഇരുന്ന് കള്ളു കുടിച്ച് അവരുടെ ദേവന്മാരെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് രാജാവ് ഒരു കാഴ്ച കാണുകയാണ്. ഒരു മനുഷ്യകരം, ഫിംഗേഴ്സ് ഓഫ് മാൻസ് ഹാൻഡ് emerged and began writing opposite the lampstand on the plaster of the wall of King's Palace. രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ വാളിൽ എന്തോ എഴുതുന്നതായിട്ട് കണ്ടപ്പോൾ the king saw the back of the hand that did the writing. അത് എഴുതുന്നത് രാജാവ് കണ്ടിട്ട് എന്താ പറ്റി? ഉടനെ രാജാവിൻ്റെ മുഖഭാവം മാറി. അവൻ വിചാരങ്ങളാൽ പരവശനായി അരയുടെ എപ്പ് അഴിഞ്ഞ് കാൽമുട്ടുകൾ ആടിപ്പോയി. സോ വിറയ്ക്കുകയാണ്, അതിൻ്റെ മുമ്പിൽ വിറയ്ക്കുകയാണ്. ഇപ്പം ഇവിടെ ഈ രാജാവ് കണ്ട ഒരു കാര്യം ഒരു മനുഷ്യൻ്റെ കൈവിരലുകളാണ്. നമ്മൾ ഇതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ കൈവിരലുകൾ ആരാണ് എന്തുവാണെന്നുള്ളത് നമുക്ക് അതിൻ്റെ 24 വാക്യത്തിൽ വരുമ്പോൾ, ആകയാൽ അവൻ ആ കൈപ്പത്തി അയച്ച് ഈ എഴുത്ത് എഴുതിച്ചു. അവൻ എന്നവിടെ ഉദ്ദേശിക്കുന്ന ദൈവമാണ്. Then the hand was sent from him and this inscription was written out. ഇവിടെയാണ് എന്തുവാ എഴുതിയെന്ന് കാണിക്കുന്ന ഭാഗമാണ്. അത് ദൈവത്തിൻ്റെ കരമാണ്. The fingers of God. ഉടനെ 7-ാമത്തെ വചനം, രാജാവ് ഉറക്കെ വിളിച്ചു, ആഭിചാരകന്മാരും കൽദേരും ശകുനവാദികളെയും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. രാജാവ് ബാബേലിലെ വിദ്വാൻമാരോട്, ആരെങ്കിലും ഈ എഴുത്ത് വായിച്ച് അർത്ഥമറിയിച്ചാൽ അവൻ ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിച്ച് രാജ്യത്തിൽ 3-ാമനായി വാഴും എന്ന് കൽപ്പിച്ചു. അങ്ങനെ രാജാവിൻ്റെ വിദ്വാൻമാരൊക്കെയും അകത്തു വന്നു. എങ്കിലും എഴുത്തു വായിക്കുവാനും രാജാവിനെ അർത്ഥമറിയിക്കുവാനും അവർക്ക് കഴിഞ്ഞില്ല. നോക്കിക്കേ, ഇത്രയും കാലം കഴിഞ്ഞു, ഏതാണ്ട് 70 കൊല്ലം. അപ്പോഴത്തേന് ഏതാണ്ട് നമ്മുടെ ദാനിയേലിന് ഏതാണ്ട് 87 ഇയേഴ്സായി. ഈ ഒരു സമയത്തും ദാനിയേൽ എത്രയോ ഈ സമയം കൊണ്ട് എത്ര പ്രാവശ്യം നമ്മളിപ്പോൾ ഈ സ്ക്രിപ്ചറിൽ വായിക്കുന്നു, എത്ര പ്രാവശ്യം കണ്ട സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ച മനുഷ്യനാണ്. പക്ഷേ ഇപ്പോഴും ഒരു പ്രതിസന്ധി വന്നപ്പോൾ ബെൽസസറിന് ഈ ദാനിയേൽ ആരാണെന്ന് പോലും അറിയില്ല. നോക്കിയേ, ഇതാണ് അവസ്ഥ. ആ നെബൂഖദ്നേസർ ദാനിയേലിനെ കുറിച്ച് പറഞ്ഞത്, നിൻ്റെ ദൈവം, സ്വപ്നങ്ങളെ വിവരിച്ചു തരുന്ന ദൈവം, നിനക്ക് ഈ ദാനിയേലിൻ്റെ ദൈവത്തിനെതിരെ പറയുന്നവനെ ഞാൻ കുപ്പക്കുന്നാക്കുമെന്ന് പറഞ്ഞ നെബൂഖദ്നേസർ, അത് ആ വിളംബരമെല്ലാം കണ്ടും കേട്ടുമിരുന്ന ഒരു മനുഷ്യൻ. ഇപ്പോഴിതാ ബെൽസസർ, തൻ്റെ കൊച്ചുമകനായ ബെൽസസറിന് ഈ ദാനിയേൽ ആരാന്ന് പോലും അറിയില്ല. താൻ വിളിക്കുന്നത് അവിടുത്തെ വിദ്വാൻമാരെയും അവിടുത്തെ ഈ ഭാവി പറയുന്നവരെയും ശുദ്ധർക്കാരെയും ശകുനവാദികളെയും ഒക്കെയാണ് വിളിച്ചിട്ട് അവർക്കിതൊന്നും പഴയതുപോലെ തന്നെ, നെബൂഖദ്നേസറിൻ്റെ കാലത്തെ പോലെ തന്നെ അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ അറിയില്ല. അപ്പോൾ ബെൽസസർ രാജാവ് അത്യന്തം വ്യാകുലപ്പെട്ടു. അവൻ്റെ മുഖഭാവം മാറി, അവൻ്റെ മഹത്തുക്കൾ അമ്പരന്നു പോയി. രാജാവിൻ്റെയും മഹത്തുക്കളുടെയും വാക്ക് ഹേതുവായി രാജ്ഞി ഭോജനശാലയിൽ വന്നു. ഈ രാജ്ഞി ആരാണ്? കാരണം ഇതിൻ്റെ തൊട്ടുമേളിൽ നമ്മൾ 3-ാമത്തെ വാക്യത്തിൽ വായിച്ചു, അവൻ്റെ ഭാര്യമാരും വെപ്പാട്ടികളും എവിടെയുണ്ട്? ഈ ബാങ്ക്വറ്റ് ഹാളിൽ അല്ലെങ്കിൽ മദ്യശാല നടക്കുന്ന ഈ സ്ഥലത്ത്, ഈ മന്ദിരത്തിൽ അവരിരുന്ന് മദ്യസേവ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ രാജ്ഞി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയല്ല, ബെൽസസറിൻ്റെ ഭാര്യയല്ല. ഇതിന് പല തോട്ട്സ് ഉണ്ട്. എനിവേ, അത്
ഒരുപക്ഷേ നെബൂഖദ്നേസറിൻ്റെ ഭാര്യയാകും, ഇവരുടെ ഗ്രാൻഡ് മദറായിരിക്കാം, അല്ലെങ്കിൽ തൻ്റെ അമ്മയായിരിക്കാം. എനിവേ, രണ്ടായാലും ഈ ദാനിയേലിനെ കുറിച്ച് അറിയാവുന്ന ഒരു ലേഡി തന്നെയായിരുന്നു അത്. അതാണ് അവരത് പറഞ്ഞത്. രാജാവിൻ്റെ മഹത്തുക്കളുടെയും വാക്ക് ഹേതുവായി രാജ്ഞി ഭോജനശാലയിൽ വന്ന്, രാജാവ് ദീർഘായുസ്സുമായിരിക്കട്ടെ, തിരുമനസ്സുകൊണ്ട് വിചാരങ്ങളാൽ പരവശനാകരുത്, മുഖഭാവം മാറുകയും അരുത്. അപ്പം ഇത് കണ്ട് ഈ രാജ്ഞി ഇവിടെ ഈ പിക്ചറിൽ രാജ്ഞി ഇവിടെ വന്ന് കയറുമായിരുന്നു. അവിടെ നമ്മൾ വായിച്ച് രാജ്ഞി ഭോജനശാലയിൽ വന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അവിടെ സ്വന്തം ഭാര്യമാരെല്ലാം അവിടെ തന്നെ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ വചനത്തിൽ വായിച്ചു. അപ്പോൾ ഇത് ഇവിടെ രാജാവ് എന്നൊക്കെ പറയുന്ന, അപ്പം നമ്മൾ നോർമലി ചോദിക്കും, അമ്മയാണെങ്കിൽ അല്ലെ അമ്മുമ്മയാണെങ്കിൽ രാജാവ് അങ്ങനെ പറയത്തുള്ളൂ. കാരണം ആ സ്ഥാനത്തിന് ഇനിയും പ്രായവ്യത്യാസം കൂടാതെ സ്ഥാനത്തെ എപ്പോഴും എല്ലാവരും അങ്ങനെ തന്നെ പറയത്തുള്ളൂ. അത് മകൻ രാജാവാണെങ്കിലും ശരി, രാജാവിനെ എപ്പോഴും രാജാവെന്ന് തന്നെ വിളിക്കത്തുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ അതിനകത്തെ കാര്യം. എന്നാൽ ഇവിടെ ഈ രാജാവിൻ്റെ മുഖഭാവം മാറി താൻ ഭയപ്പെട്ടപ്പോൾ രാജ്ഞി അവിടെ കയറി വന്ന് ഒരു ഉപദേശം കൊടുക്കുകയാണ്. നമുക്ക് ആ ഉപദേശം നോക്കാം. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരു പുരുഷൻ തിരുമനസ്സിലെ രാജ്യത്തുണ്ട്. അത് ഒരു വിഷയം, അത് ബെൽഷസ്സറിന് അറിയത്തില്ലായിരുന്നു. ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ടതായിട്ട് വന്നു രാജ്ഞിക്ക്. തിരുമേനിയുടെ അപ്പൻ്റെ കാലത്ത്, അതായത് നെബൂഖദ്നേസർ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, പ്രകാശവും ബുദ്ധിയും ദേവന്മാരുടെ ജ്ഞാനവും പോലെയുള്ള ജ്ഞാനവും അവനിൽ കണ്ടിരുന്നു. തിരുമേനിയുടെ അപ്പനായ നെബൂഖദ്നേസർ രാജാവേ, തിരുമേനിയുടെ അപ്പൻ തന്നെ ബെൽഷസ്സർ എന്ന് പേര് വിളിച്ച് ബെൽഷസ്സർ എന്ന് പേര് വിളിച്ച ദാനിയേലിൽ ഉത്കൃഷ്ട മനസ്സും അറിവും ബുദ്ധിയും സ്വപ്നവ്യാഖ്യാനവും ഗൂഢാർത്ഥ വാക്യ പ്രദർശനവും സംശയഛേദനവും കണ്ടിരിക്കയാൽ രാജാവ് അവനെ മന്ത്രവാദികൾക്കും ആഭിചാരകന്മാർക്കും കൽദേയർക്കും ശകുനവാദികൾക്കും അധിപതിയാക്കി വെച്ചു. ഇപ്പോൾ ദാനിയേലിനെ വിളിക്കട്ടെ, അവൻ അർത്ഥം ബോധിപ്പിക്കുമെന്ന് ഉണർത്തിച്ചു. എന്ത് ഈ വസ്തുത ബെൽഷസ്സർ അറിയാതെ പോയത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ മനുഷ്യരെല്ലാം മറന്നു പോവുക. അപ്പോൾ ഇവിടെ വീണ്ടും ഈ ദാനിയേലിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ അവൻ ദാനിയേലിനെ രാജസന്നിധിയിൽ കൊണ്ടുവന്ന് രാജാവ് രാജസന്നിധിയിൽ കൊണ്ടുവന്നു. രാജാവ് ദാനിയേലിനോട് കൽപ്പിച്ചത്, എൻ്റെ അപ്പനായ രാജാവ് യഹൂദയിൽ നിന്ന് കൊണ്ടുവന്ന യഹൂദ പ്രവാസികളിലുള്ളവനായ ദാനിയേലെ, നീ തന്നെയോ? ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞത് ബെൽഷസ്സറിന് ദാനിയേൽ ആരാണെന്ന് പോലും അറിയില്ല. നോ ക്ലൂ അബൌട്ട് ഡാനിയേൽ. അതാണ് അതിവിടെ ചോദിച്ചത്, എൻ്റെ അപ്പനായ നെബൂഖദ്നേസർ കൊണ്ടുവന്ന പ്രവാസി നീ തന്നെയോ? ഇവിടെ ഒരു രാജ്ഞി അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട്, അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് അവർ കണ്ടതാണ്. ഒരു കാലത്ത് നിൻ്റെ അപ്പനായ രാജാവിനോട് പറയാം, രാജാവേ, രാജാവിൻ്റെ അപ്പനായ നെബൂഖദ്നേസറിന് ഇതേ പ്രതിസന്ധി വന്നപ്പോൾ ദേവന്മാരുടെ, അവർക്ക് അത്ര അറിവുള്ളൂ, ദേവന്മാരുടെ ആത്മാവുള്ള ഒരുവനുണ്ടായിരുന്നു. സ്വപ്നങ്ങളെ തിരിച്ചു തരുവാൻ അറിവുള്ള ഒരുത്തനുണ്ടായിരുന്നു. അവൻ ഇപ്പോഴും നിൻ്റെ രാജ്യത്ത് വസിക്കുന്നുണ്ട്. ഇത് പറഞ്ഞാണ് അവനെ വിളിക്കുന്നത്. ദേവന്മാരുടെ ആത്മാവ് നിന്നിലുമുണ്ടെന്നും പ്രകാശവും ബുദ്ധിയും വിശേഷ ജ്ഞാനവും നിന്നിൽ കണ്ടിരിക്കുന്നുവെന്നും ഞാൻ നിന്നെക്കുറിച്ച് കേട്ടിരിക്കുന്നു. ഇപ്പോഴാ ഈ രാജ്ഞി പറഞ്ഞപ്പോൾ, നേരത്തെ അറിവില്ലായിരുന്നു, ഇപ്പോഴാണ് കേട്ടത്. എന്നിട്ട് ഇപ്പോൾ ഈ എഴുത്ത് വായിച്ച് അർത്ഥമറിയിക്കേണ്ടതിന് വിദ്വാൻമാരെയും ആഭിചാരന്മാരെയും എൻ്റെ മുമ്പാകെ വരുത്തിയിരിക്കുന്നു. എങ്കിലും കാര്യത്തിൻ്റെ അർത്ഥമറിയിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ അർത്ഥം പറയുവാനും സംശയഛേദനം ചെയ്യുവാനും നീ പ്രാപ്തനെന്ന് ഞാൻ നിന്നെക്കുറിച്ച് കേട്ടിരിക്കുന്നു. ആകയാൽ ഈ എഴുത്ത് വായിച്ച് അതിൻ്റെ അർത്ഥം അറിയിക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിച്ച്
രാജ്യത്തിലെ മൂന്നാമനായി മാറും. അപ്പോൾ ഈ രാജാവ് വലിയൊരു ഓഫർ കൊടുക്കുകയാണ്. നീ ഇത് തിരിച്ച് തരുവാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഞാൻ നിനക്ക് തരും. നോക്കിയേ, ഉടനെ ദാനിയേലിൻ്റെ മറുപടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദാനിയേലിൻ്റെ റെസ്പോൺസ് നോക്കിക്കോണം. രാജ്യസന്നിധിയിൽ ഉത്തരമുണർത്തിച്ചത്, ദാനങ്ങൾ തിരുമേനിക്ക് തന്നെ ഇരിക്കട്ടെ, സമ്മാനങ്ങൾ മറ്റൊരുത്തന് കൊടുത്താലും എഴുത്ത് ഞാൻ രാജാവിനെ വായിച്ച് കേൾപ്പിച്ച് അർത്ഥം ബോധിപ്പിക്കാം. ഞാനിത് ഇംഗ്ലീഷിൽ വായിക്കാം, കുറേ കൂടി സ്ട്രോങ് ആണ് നമ്മൾ ആ ഇംഗ്ലീഷ് വേർഡ് വായിക്കുമ്പോൾ. Then Daniel answered and said before the king, keep your gifts for yourself. നീ തരാൻ പോകുന്ന സമ്മാനമൊക്കെ നീ തന്നെ വെച്ചോളാൻ. ആൻഡ് ഗിവ് യുവർ റിവാർഡ്സ്, നീ മഹത്വവും ബഹുമാനവും പുകഴ്ചയൊക്കെ യു ഗിവ് ടു സമൺ എൽസ്, നീ വല്ലവർക്കും കൊടുത്തോ, എനിക്ക് വേണ്ട. എനിവേ I will read the inscription to the king and make the interpretation known to him. ഞാൻ ഇതിൽ എഴുതി വച്ച എഴുത്ത് ഞാൻ വായിച്ച് കേൾപ്പിക്കുകയും അതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലാക്കി തരികയും ചെയ്യാം. ബട്ട് I don't want any money, I don't want any gift, and I don't want any honor. എനിക്ക് ബഹുമാനവും വേണ്ട, എനിക്ക് പണവും വേണ്ട. നമ്മളിത് വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കർത്താവിന് വേണ്ടി സേവ ചെയ്യുന്ന ആളുകളാണ്. ഇവിടെ ദാനിയേലിനെ അവിടെ കൊണ്ടുപോയത് ഇങ്ങനത്തെ കാര്യത്തിന് വേണ്ടിയാണ്. രാജാക്കന്മാർക്ക് ബുദ്ധി ഉപദേശിച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ദാനിയേലിനെ അവിടെ കൊണ്ടുപോയത്. ദാനിയേൽ ആ ജോലി ചെയ്യുവാൻ ദാനിയേൽ കാശ് വാങ്ങിച്ചില്ല, മാനം വാങ്ങിച്ചില്ല. ഇന്നത്തെ ക്രിസ്തീയ ഗോളത്തിൽ സാലറി എന്ന് പറയുന്ന ഒരു കാര്യം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വാങ്ങിച്ചാൽ, ഞാൻ പറയട്ടെ, അവർ ബാബിലോണിയ സഭയിലുള്ളവരാണ്. ഇവിടെ സാലറീഡ് പേഴ്സൺസ് ഉണ്ട്, രാജാക്കന്മാർ. അതുകൊണ്ടാണ് രാജാവ് ആദ്യമേ അർത്ഥം മനസ്സിലാക്കാൻ ആരെയാണ് വിളിച്ചത്? രാജാവിൻ്റെ മജീഷ്യൻസിനെയും രാജാവിൻ്റെ സൂട്ട്സേയേഴ്സിനെ വിളിച്ചേക്കുന്നത്. രാജാവിൻ്റെ കയ്യിൽ നിന്നും ശമ്പളം പറ്റി ജീവിക്കുന്നവർ. സോ കർത്താവിൻ്റെ വേല എന്ന് പറഞ്ഞ് സാലറി പറ്റുവാണെങ്കിൽ, what they are doing is they are a part of this Babylonian church. ട്രൂ ചേർച്ചിൻ്റെ ഭാഗമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ട്രൂത്താണ്. ഇന്ന് ഇങ്ങനത്തെ സഭകൾ പണത്തിൻ്റെയും പ്രശസ്തതയുടെ പുറകെ നടക്കുകയാണ്, അല്ലേ? പണം വേണം, മാനം വേണം. ഞാൻ ചെയ്ത എൻ്റെ ശുശ്രൂഷയെ മറ്റുള്ളവരറിയണം, മറ്റുള്ളവരത് മനസ്സിലാക്കണം. എത്ര പേർക്ക് നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞ വാക്യം നമുക്ക് എത്ര മാത്രം ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ. ദൈവമേ, വി ആർ ബട്ട് അൺപ്രോഫിറ്റബിൾ സെർവൻസ്. ദൈവമേ, അവിടുന്ന് പറഞ്ഞത് ഞങ്ങൾ ചെയ്തു എന്നല്ലാതെ ഞങ്ങൾക്ക് ഒരു പ്രോഫിറ്റിനും അർഹരല്ല. ആൻഡ് ഞങ്ങൾ ഒരു പ്രോഫിറ്റിനു വേണ്ടിയുമല്ല അത് ചെയ്തത്. We are just doing what you have commanded us to do. ഞങ്ങൾക്ക് വേണ്ടി കൽപ്പിച്ചത് ഞങ്ങൾ ചെയ്തു എന്നേ ഉള്ളൂ. ഇത് ദാനിയേലിനെ പോലെയുള്ള ഒരു കൂട്ടം ആളുകളെയായിരുന്നു ഇന്ന് കർത്താവിന് വേണ്ടത്. ഇന്ന് ചേർച്ചിൽ വേണ്ടത് അങ്ങനത്തെ ആളുകളെയാണ്. 17-ാമത്തെ വചനം, ദാനിയേൽ രാജസന്നിധിയിൽ ഉത്തരം ഉണർത്തിച്ചത്, ദാനങ്ങൾ തിരുമേനിക്ക് തന്നെ ഇരിക്കട്ടെ, സമ്മാനങ്ങൾ മറ്റൊരുത്തന് കൊടുത്താലും എഴുത്ത് ഞാൻ രാജാവിനെ വായിച്ച് കേൾപ്പിക്കാം, അർത്ഥം ബോധിപ്പിക്കാം. എന്തായാലും ദാനിയേലിന് മനസ്സിലായി ഇത് രാജാവിൻ്റെ ജഡ്ജ്മെൻറ്റിനെ കുറിച്ചാണ് ഈ പറയുന്നത്. രാജാവിനെ ന്യായം വിധിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇത് എഴുതിയേക്കുന്നത്. അതുകൊണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കണം, ട്രൂത്ത് പോലെ സംസാരിക്കണമെങ്കിൽ വിധേയത്വമുണ്ടാകാൻ പാടില്ല. നമ്മൾ വൺസ് ഈ രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചിരുന്നെങ്കിൽ രാജാവിനോടൊരു വിധേയത്വം ഉണ്ടായേനെ. ഇത് നമ്മൾ കാണുന്നത് നോക്കി, ദാനിയേലിനെ പോലെ തന്നെ ഈ ദൈവികമായിട്ട് കർത്താവിനോട് കൂടി അടുക്കുന്ന ഓരോരുത്തർക്കും ഇതേ നിലപാട് തന്നെയാണ് നമ്മൾ കാണുന്നുണ്ട്. എബ്രഹാമിൻ്റെ കാലത്ത്
എബ്രഹാം സോദോം രാജാവിനെ സഹായിക്കാൻ പോയി. സഹായിച്ചതിൻ്റെ പ്രതിഫലമായി സോദോം രാജാവ് അവിടെ ഓഫർ ചെയ്തു. ഇവിടെ ബെൽസാസർ ഓഫർ ചെയ്തതുപോലെ തന്നെ ഒരു ഓഫറിങ്ങുമായിട്ട് വന്നു. നീ ഇതെല്ലാം എടുത്തോ, നിൻ്റെ ഇഷ്ടം പോലെ ഈ കൊണ്ടുവന്ന മുതൽ മൊത്തം എടുത്തോളാൻ പറഞ്ഞപ്പോൾ എന്താണ് വളരെ ശ്രദ്ധേയമാണ്, നമുക്കെല്ലാവർക്കും കാണാതെ അറിയാവുന്ന കാര്യമാണ്. എബ്രഹാം പറഞ്ഞു, നിൻ്റെ ചെരുപ്പിൻ്റെ ഒരു വാറ് പോലും ഞാൻ എടുക്കുകയില്ല. കാരണം നാളെ നീ പറഞ്ഞുകൊണ്ട് നടക്കരുത്, നീയാണ് എന്നെ ഉയർത്തിയത്, എൻ്റെ ദൈവം മാത്രം എന്നെ ഉയർത്തിയാൽ മതി. ഓക്കെ, ഇതാണ് കർത്താവിന് വേണ്ടി സേവ ചെയ്യുക. കർത്താവിൻ്റെ അനുവാദം കൊണ്ടാണല്ലോ എബ്രഹാം സോദോം രാജാവിനെ സഹായിക്കാൻ പോയത്. എന്നാൽ അതിന് കൂലി വാങ്ങിക്കാതെ പോയ ഒരു എബ്രഹാമിനെ നമ്മൾ കാണുന്നു. ഇനിയുമുണ്ട് ക്യാരക്ടേഴ്സ്. എലീഷ നാമാനും സൗഖ്യമാക്കിയപ്പോൾ നാമാനും അവിടെ ഓഫർ ചെയ്തു പണം. എലീഷ അത് വാങ്ങിച്ചില്ല. ലുക്ക്, അപ്പം നമ്മൾ ഈ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് കർത്താവിന് വേണ്ടി വേല ചെയ്ത കർത്താവിൻ്റെ ദാസന്മാർ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്രിസ്ത്യാനികൾ, ഇന്നത്തെ ക്രിസ്ത്യൻഡമിൽ പണത്തിന് വേണ്ടി കർത്താവിനെ വിൽക്കുക, കർത്താവിൻ്റെ വേർഡിനെ വിറ്റ് ജീവിക്കുന്നവർ നമ്മൾ എന്തോ പറയേണ്ടത്. നമ്മളിതൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ പുറകെയും ഇതിലിരിക്കുന്നവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ജീവിക്കാനല്ല ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ലൈഫ് കുറ്റമറ്റതാകുവാനും നമ്മുടെ ചേർച്ച് ഇങ്ങനത്തെ ട്രൂത്ത്സ് ത്രൂ ഔട്ട് ദ വേൾഡ്, ത്രൂ ഔട്ട് ദ സൊസൈറ്റി അറിയിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നമുക്ക് തിരികെ വരാം. 18-ാമത്തെ വചനം. രാജാവേ, അത്യുന്നതനായ ദൈവം തിരുമേനിയുടെ അപ്പനായ നെബൂഖദ്നേസറിന് രാജ്യത്വവും മഹത്വവും പ്രതാപവും ബഹുമാനവും നൽകി. അവന് നൽകിയ മഹത്വം ഹേതുവായി, നമുക്ക് അത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതിനകത്ത് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. മഹത്വം ഹേതുവായി സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവൻ്റെ മുമ്പിൽ ഭയപ്പെട്ട് വിറച്ചു. തനിക്ക് ബോധിച്ചവനെ അവൻ കൊല്ലുകയും ബോധിച്ചവനെ ജീവനോടെ വയ്ക്കുകയും ബോധിച്ചവനെ ഉയർത്തുകയും ബോധിച്ചവനെ താഴ്ത്തുകയും ചെയ്തു വന്നു. എന്നാൽ അപ്പം ദൈവം കൊടുത്തതാണ്. ദൈവം ഈ ദ ഹോൾ എംപയർ, ഈ സാമ്രാജ്യം, ലോക സാമ്രാജ്യം മൊത്തം, ബാബിലോൺ സാമ്രാജ്യം അന്ന് സൂപ്പർ പവറായിട്ട് നെബൂഖദ്നേസറിനെ ദൈവം ഏൽപ്പിച്ചത്. എന്നാൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്, അല്ലേ? രാജാവെ, അത്യുന്നതനായ ദൈവം തിരുമേനിയുടെ അപ്പന് നൽകി എന്നാണ് പറഞ്ഞത്. അപ്പം അന്ന് നിനക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യാമായിരുന്നു, നീ ആഗ്രഹിച്ചതെല്ലാം നിനക്ക് ചെയ്യാമായിരുന്നു. നീ ബാബിലോൺ വളർത്തിയെടുത്തു, നിൻ്റെ അപ്പനായ നെബൂഖദ്നേസർ വളർത്തിയെടുത്തു. ബെൽഷസ്സറിനോട് പറയുകയാണ്, നിൻ്റെ അപ്പനോട് ദൈവം ചെയ്ത കാര്യങ്ങൾ. ഇതെല്ലാം കണ്ടപ്പോൾ എന്നാൽ അവൻ്റെ ഹൃദയം ഗർവിച്ചു. വീണ്ടും നമ്മൾ തുടക്കത്തിലേക്ക് വരിക, ദ പ്രൈഡ് അവൻ്റെ. അപ്പോൾ അന്ന് രാജാവിനുണ്ടായ കാര്യം ഇവിടെ വീണ്ടും ദാനിയേൽ തൻ്റെ മകനായ അല്ലെങ്കിൽ കൊച്ചുമകനായ ബെൽഷസ്സറിനെ ഓർപ്പിക്കുകയാണ്. അവൻ്റെ മനസ്സ് അഹങ്കാരത്താൽ കഠിനമായി പോയ ശേഷം അവൻ രാജസന്നദ്ധിയിൽ നിന്നും നീങ്ങിപ്പോയി. അവൻ്റെ മഹത്വം അവനിൽ നിന്നും എടുത്തു കളഞ്ഞു. അങ്ങനെ അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീങ്ങി. അവൻ്റെ ഹൃദയം മൃഗപ്രായമായി തീർന്നു. അവൻ്റെ പാർപ്പ് കാട്ടുകഴുതകളോടുകൂടി ആയിരുന്നു. അവനെ കാളയെപ്പോലെ പുല്ലു തീറ്റി. മനുഷ്യരുടെ രാജ്യത്തിന്മേൽ അത്യുന്നതനായ ദൈവം വാഴുകയും തനിക്ക് ബോധിച്ചവനെ അതിൽ നിയമിക്കുകയും ചെയ്യുന്നുവെന്ന് അവൻ അറിഞ്ഞതുവരെയും അവൻ്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനഞ്ഞു. നോക്ക്, പഴയ കാര്യം ഓർപ്പിക്കുക. നിൻ്റെ അപ്പനായ നെബൂഖദ്നേസർ അഹങ്കരിച്ചപ്പോൾ ദൈവം അവനെ മൃഗതുല്യനാക്കി മാറ്റി, കാളയെപ്പോലെ പുല്ലു തിന്നുന്നവനാക്കി മാറ്റി, മഞ്ഞുകൊള്ളുന്നവനായി മാറ്റി. വെളിയിൽ ഒരിക്കലും അവൻ്റെ പാലസിനകത്തല്ല രാജാവ് വാണുകൊണ്ടിരുന്നത്. he was thrown out of the palace. എപ്പം വരെയും താൻ ഒരു സത്യം, നമ്മൾ മുമ്പേ തുടക്കത്തിൽ കണ്ടതുപോലെ ഒരു സത്യം അറിഞ്ഞു. ഒരു ദൈവമേ ഉള്ളൂ, സ്വർഗത്തിൽ വാഴുന്ന ഒരു ദൈവം,
അവനാണ് ദ സോവറിൻ ഗോഡ്. അവൻ ഈ ഭൂമിയിൽ ആർക്കെന്ത് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന അവിടുന്നാണ്. അവൻ്റെ ഒരു കൈവേലയോടും ആർക്കും തിരിച്ചു മറുതലിച്ചൊന്നും പറയുവാൻ സാധിക്കില്ല. നീ എന്തുകൊണ്ടിത് ചെയ്തു എന്ന് ചോദിക്കാൻ ആർക്കും കഴിയുകയില്ല. നെബൂഖദ്നേസർ മനസ്സിലാക്കി, എനിക്ക് ലഭിച്ചതാണ്, അല്ലാതെ ഞാൻ നേടിയെടുത്തതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ്. എന്നിട്ട് അവൻ്റെ മകനായ ബെൽസസറെ, ഇനിയും ദാനിയേൽ ബെൽസസറിനോടുള്ള ദൂത് വരുവാണ്. അവൻ്റെ മകനായ ബെൽസസറെ, ഇതൊക്കെയും അറിഞ്ഞിട്ടും തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗസ്ഥനായ കർത്താവിൻ്റെ നേരെ തന്നെത്താൻ ഉയർത്തി അവൻ്റെ ആലയത്തിലെ പാത്രങ്ങളെ അവൻ തിരുമുമ്പിൽ കൊണ്ടുവന്ന് തിരുമേനിയും മഹത്തുക്കളും തിരുമനസ്സിലെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ വീഞ്ഞു കുടിച്ച് കാണുവാനും കേൾക്കുവാനും അറിയുവാനും വയ്യാത്ത പൊന്ന്, വെള്ളി, താമ്രം, ഇരുമ്പ്, മരം, കല്ല് എന്നിവ കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. തിരുമനസ്സിലെ ശ്വാസവും എല്ലാ വഴിയും കൈവശമുള്ളവനായ ദൈവത്തെ മഹത്വീകരിച്ചതുമില്ല. ആകയാൽ അവൻ ഈ കൈപ്പത്തി അയച്ച് ഈ എഴുത്ത് എഴുതിച്ചു. ഒന്നാമതായിട്ട് ദാനിയേൽ പറഞ്ഞു, ഈ എഴുത്ത് വന്നതിൻ്റെ കാരണം എന്താണ്? ഒന്നാമതായിട്ട് നിൻ്റെ അപ്പന് സംഭവിച്ച കാര്യം അറിഞ്ഞിട്ടും, ഇതവിടെ പ്രസിദ്ധമായ കാര്യമാണ്, അറിഞ്ഞിട്ടും തിരുമേനിയുടെ ഹൃദയത്തെ നീ, എന്ന് വെച്ചാൽ രാജാവേ, അങ്ങയുടെ ഹൃദയത്തെ താഴ്ത്തിയില്ല. എൻ്റെ വല്യപ്പന് വന്ന, അല്ലെങ്കിൽ എൻ്റെ അപ്പന് വന്ന ആ ഒരു കാര്യം അതെന്തുകൊണ്ടാണെന്നും മനസ്സിലായോ? അഹങ്കരിച്ചപ്പോൾ, നിഗളിച്ചപ്പോൾ താൻ മൃഗതുല്യനായി ദൈവം മാറ്റി. അങ്ങനെയെങ്കിൽ ഇത് എനിക്കും സംഭവിക്കാമെന്നുള്ളത് ബെൽസസർ മനസ്സിലാക്കാതെ തന്നെത്താൻ ഉയർത്തിയപ്പോൾ ദൈവം പറയുകയാണ്, നിനക്കെതിരെയുള്ള ന്യായവിധിയാണ് കൈയെഴുത്തായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. നീ എഴുതിയിരിക്കുന്ന എഴുത്തോ മെനെ മെനെ തെക്കേൽ ഉഫർസീൻ. Now this is the inscription that was written out. Mene mene tekel upharsin. എന്നിട്ട് ഓരോന്നിൻ്റെയും അർത്ഥം പറയുകയാണ്. മെനെ, അപ്പോൾ ഇത് അറാമിക് ഭാഷയിലുള്ള ഒരു കാര്യമാണ്. ലെറ്റേഴ്സാണ് എഴുതി വച്ചേക്കുന്നത്. ഇതെന്തുകൊണ്ട് ബാക്കിയുള്ളവർക്കിത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ, അറാമി ഭാഷ അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല, ഇതിൻ്റെ ഫോണ്ടും കാര്യങ്ങളും ഒക്കെ അങ്ങനെയായിരുന്നു. ഇത് ദൈവികമായൊരു റെവലേഷനിലൂടെ മാത്രമേ ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിൻ്റെ ബേസിസിൽ കുറേ തിയറീസ് ഉണ്ട്. അതിന് താല്പര്യമുള്ളവർ നെറ്റിനകത്തൊന്ന് നോക്കിയാൽ മനസ്സിലാവും ഇതെന്തുകൊണ്ടാണ് അവർക്ക് മനസ്സിലാവുന്നത്. നമുക്ക് അത്രയും മനസ്സിലാക്കിയാൽ മതി. ദൈവമാണ് ഈ ഇൻറ്റർപ്രിട്ടേഷൻ ദാനിയേലിന് മനസ്സിലാക്കി കൊടുത്തത്. ദിസ് ഈസ് ദ ഇൻറ്റർപ്രിട്ടേഷൻ ഓഫ് ദ മെസ്സേജ്. മെനെ, God has numbered your kingdom and put an end to it. ദൈവം ഇങ്ങനെയാണ്. മെനെ എന്ന് വെച്ചാൽ ദൈവം നിൻ്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. യെസ്, 70ാമത്തെ വർഷം കഴിഞ്ഞു. ദൈവം പറഞ്ഞു 70 വർഷം ബാബിലോൺ പ്രവാസത്തിലേക്ക് വിട്ടു, കഴിഞ്ഞു. ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് കിങ്ഡം. ഈ രാജ്യത്വം ഇവിടെ വെച്ച് തീരുകയാണ്. അതാണ് മെനെ. അപ്പോൾ ഇതിനൊരു കാരണമുണ്ടായത് ബെൽസസറിൻ്റെ അഹങ്കാരമാണ്. താൻ അഹങ്കരിച്ച് നിഗളിച്ചു. മാത്രമല്ല, ആ യെരുശലേമിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങൾ കൊണ്ടുവന്ന് വീഞ്ഞും കഴിച്ച് അന്യദേവന്മാരെ സ്തുതിച്ചു, ദൈവത്തെ മഹത്വീകരിച്ചില്ല. നമ്മൾ റോമറിൽ വായിക്കുന്നൊരു വാക്യമുണ്ട്. ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നതിൻ്റെ ഒരു കാരണം, ദൈവത്തെ അറിഞ്ഞിട്ടും, അതെ, ഈ ബെൽസസർ തൻ്റെ അപ്പനായ രാജാവിന് സംഭവിച്ചത് എന്താണെന്നും രാജാവിൻ്റെ പ്രഖ്യാപനങ്ങളും ഒക്കെ മനസ്സിലാക്കിയ മനുഷ്യൻ ഇപ്പോഴിത് അന്യദേവന്മാരെ ഭജിച്ചപ്പോൾ, നമ്മൾ റോമർക്കെതിരെ ലേഖനത്തെ വായിക്കുന്നു, ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്നോർത്ത് മഹത്വീകരിക്കാൻ ദൈവം എന്തു ചെയ്യുക? ദൈവം വീണ്ടും ദോഷമായ കാര്യങ്ങളിലേക്ക് അവരെ തള്ളിവിട്ടു എന്ന് നമ്മളവിടെ വായിക്കുന്നു.
ജഡ്ജ്മെൻ്റാണ് ഇവിടെ. ആ ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുകയാണ്. തേക്കേലെന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. നിന്നെ തുലാസിൽ തൂക്കി, അപ്പോൾ നിന്നെ കുറവുള്ളവനായി. പെരേസ് എന്ന് വെച്ചാൽ നിൻ്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസ്യർക്കും കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്കതിലേക്ക് വരാം. അപ്പോൾ ഈ 3 കാര്യത്തിൻ്റെയും പെരേസ് എന്ന് പറഞ്ഞാൽ ഉബാർഷിന്ന് തന്നെയാണ്, അതിൻ്റെ പ്ലൂറൽ ഫോമാണ്. ഈ 3 കാര്യങ്ങളും വെർബ്സാണ്, ആക്ഷൻ വേർഡ് എന്ന് പറയും. അതായത് നമ്മളിങ്ങനെ നോക്കിയാൽ മതി. ഒന്ന്, മെനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്പർ ചെയ്തു, ദൈവം കണക്കെടുത്തു. നിൻ്റെ കിങ്ഡത്തെക്കുറിച്ച് ഹി നമ്പേർഡ് യുവർ കിങ്ഡം. ദെൻ ഹി വെയ് ചെയ്തു, നിന്നെ തൂക്കി നോക്കി. 3, he has divided you. The kingdom has been divided and given over to Medes and Persians. മേദ്യർക്കും പേർഷ്യർക്കും അത് കൊടുത്തു നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഇത് തൻ്റെ രാജ്യത്വം കഴിഞ്ഞു, ഇതാണ് എൻഡ്, തീർന്നു എന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് വായിക്കുമ്പോൾ നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? നമ്മൾ ഇതിൽ നിന്ന് എന്താ പഠിക്കേണ്ടത്? അതായത് നമ്മളെയും ദൈവം തൂക്കി നോക്കുമ്പോൾ നമ്മൾ ഭാരമുള്ളതായിട്ട് തോന്നണ്ടേ? ഇല്ലേ? ദൈവം നമ്മളെ തൂക്കി നോക്കിയിട്ട് തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടത്. നമ്മുടെ ലൈഫിൽ ദൈവം നമ്മളെ തൂക്കി നോക്കുമ്പോൾ നമുക്ക് വെയിറ്റ് ഇടുന്ന മാറ്റർ എന്താണെന്ന് വെച്ചാൽ ഹ്യൂമിലിറ്റിയാണ്. നമ്മൾ താഴുന്തോറും, അല്ലേ? അതാ കർത്താവ് പറഞ്ഞത്, ആരാണ് ഗ്രേറ്റർ? ആരാ വലുതാരാണ്? തന്നെ താൻ താഴ്ത്തുന്നവൻ. സോ ദ മോർ യു ആർ ഹംബിൾ, വെയിറ്റർ യു വിൽ ബി ബിഫോർ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. കർത്താവിൻ്റെ മുമ്പിൽ കൂടുതൽ കുറവില്ലാത്തവരായി മാറുകയാണ്. ഈ പാസേജ് വായിക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തണം. ദൈവം എന്നെയും കോൺസ്റ്റൻ്റായിട്ട് ദൈവം എന്നെയും തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗോഡ് ഈസ് വെയിങ് മീ. ഞാനൊരു കാരണവശാലും ഡെഫിഷ്യൻ്റായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുവാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അങ്ങനെ നമുക്കത് വായിച്ചു നിർത്താം. അപ്പോൾ ബെൽഷസ്സർ കൽപ്പനയാൽ അവൻ ദാനിയേലിൻ്റെ ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിപ്പിച്ചു. അവൻ രാജ്യത്തിലെ 3-ാമനായി വാഴുമെന്ന് അവനെക്കുറിച്ച് പ്രസിദ്ധമാക്കി. പക്ഷേ ഇതിനകത്തൊന്നും ഒരർത്ഥവുമില്ല. അടുത്ത വേർഡ് വായിക്കുമ്പോൾ, ആ രാത്രിയിൽ തന്നെ കൽദേര രാജാവായ ബെൽഷസ്സർ കൊല്ലപ്പെട്ടു. മേദ്യനായ ദാരിയാശ് 62 വയസ്സുള്ളവനായി രാജ്യത്വം പ്രാപിച്ചു. അപ്പോൾ തന്നെ മേദ്യരും പാർശ്യർക്കും ഈ രാജ്യം കൊടുക്കുക. ആ രാത്രിയിൽ, ദ വെരി ഡേ, ദാറ്റ് നൈറ്റ്, ആ നൈറ്റിൽ തന്നെ ബെൽഷസ്സർ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്വം മാറി ദൈവം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ ഇതിൻ്റെ എല്ലാം റൂട്ട് കോസ് എന്താണ്? റൂട്ട് കോസ് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്മയില്ലാതെ ജീവിക്കുന്നത് കൊണ്ടാണ്. ഈ ജഡ്ജ്മെൻറ്റ് വരുവാനിടയായി തീർന്നത് ബെൽഷസ്സർ തൻ്റെ അപ്പനിൽ നിന്നും പഠിച്ച പാഠം ഉൾക്കൊണ്ട് ദൈവസന്നിധിയിൽ താഴാതെയിരുന്നു. നമ്മളൊന്ന് നോക്കണം, നമ്മുടെ ലൈഫിൽ നമുക്കൊരു വാക്യം വായിച്ചിട്ട് നമുക്ക് നേരത്തെ 1 കൊരിന്ത്യർ 4-7 ദൈവം നമുക്ക് എന്ത് തന്നാലും നമ്മുടെ മനോഭാവം ഇങ്ങനെ തന്നെ ആയിരിക്കണം. 4-7 ഇങ്ങനെ പറയുന്നു, നിന്നെ വിശേഷിപ്പിക്കുന്നത് ആര്? ഹൂ റിഗാർഡ്സ് യു ആസ് സുപ്പീരിയർ? നിന്നോട് ആര് പറഞ്ഞു യു ആർ സുപ്പീരിയർ എന്ന്? ലഭിച്ചതല്ലാതെ നിനക്ക് എന്താ ഉള്ളത്? ലഭിച്ചതല്ലാതെ, ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നതെന്ത് എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ സ്വതവേ നേടി. നെബൂഖദ്നേസറിനെ ഓർക്കണം, ഗാർഡനിൽ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഈ ഗ്ലോറിയെല്ലാം കണ്ടിട്ട്, ഇത് ഞാൻ എൻ്റെ ശക്തിയാൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഹൃദയത്തിലൊന്ന് ചിന്തിച്ചു, താൻ മൃഗത്തിന് തുല്യനായി മാറി. നമ്മുടെ ലൈഫിൽ നമ്മൾ ഓർക്കുക, നമ്മുടെ തോട്ട്സ് പോലും, നമ്മൾ 139 സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു,
എൻ്റെ ഇരിപ്പും കിടപ്പും അവൻ അറിയുന്നു. ദൂരത്ത് നിന്ന് എൻ്റെ ഉള്ളിലെ വിചാരങ്ങളും അവൻ അറിയുന്നു. ഒരഹന്തയുടെ ഒരംശം പോലും നമ്മുടെ ആരുടെയും ജീവിതത്തിൽ വരാതിരിക്കുവാൻ നമ്മൾ സൂക്ഷിക്കുക. ഇത് പഠിക്കുമ്പോൾ, ഇത് വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും പ്രീതികരമായിട്ട് നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ വളരെ ഏറെ താഴ്മയോടുകൂടി ഇരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.